ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ടെറസിൽ നിൽക്കുക. ടെറസ് കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ടെറസിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി വിഷുവിൻ്റെ ദിവസമാണ്. നിങ്ങളിനി ഉടനെ തന്നെ വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ പോകല്ലേ. അപ്പോൾ വിഷു പായസം ഇച്ചിരി നേരത്തെ ആകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരത്തെ കാണിച്ചാലല്ലേ നിങ്ങൾക്ക് വിഷുവിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഒരു വിഷു കോസ്റ്റ്യൂം തന്നെ ആയിക്കോട്ടെ, സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കുകയാണ്. ഇത് ഞാൻ ബാലരാമപുരം അവിടുത്തെ കേരള ഹാൻഡ്ലൂംസിൽ നിന്ന് വാങ്ങിച്ചാണ്. ഓർക്കുന്നുണ്ടല്ലോ എൻ്റെ ഷോപ്പിംഗ്. ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് മേടിച്ചാണ്. അത് ഇപ്രാവശ്യം ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. കാര്യം റോഡിലൊക്കെ ഈ വിഷുവിൻ്റെ സീസൺ ആയതുകൊണ്ട് എല്ലാം ഫെസ്റ്റിവൽ സീസണാണ്. അതായത് ഇപ്പോൾ റംസാനാണെങ്കിലും വിഷു ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും എല്ലാം അടുപ്പിച്ച് വരുന്ന ഫെസ്റ്റിവൽസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം ഭയങ്കര ഷോപ്പിംഗ് സ്ട്രീറ്റാണ്, ആൾക്കാരും ബഹളവും. അപ്പോൾ എല്ലാവരും വന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. നോക്കിയേ പത്മനാഭസ്വാമിയെ നോക്കിയേ, എന്ത് രസമായിരിക്കണോ. അവിടെ ഗോപുരമൊക്കെ നല്ല വെളിച്ചത്തിൽ കാണാമല്ലോ. ശ്രീകൃഷ്ണ ഭഗവാന്റെ തൊട്ട് ഫ്രണ്ടിൽ ഇത് വിഷു ദിവസം മഞ്ഞ മുണ്ടൊക്കെ ഉടുപ്പിക്കും കേട്ടോ, നേരിയത് ഭഗവാനെ. നല്ല രസമുള്ളൊരു ക്ലൈമറ്റിലാണ് നിൽക്കുന്നത്. ഈ മാവിൽ നിറച്ച് മാങ്ങയുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാവരും വേറെ ആൾക്കാർക്ക് കൊടുത്തു. അവർ വന്ന് മാങ്ങയൊക്കെ വാങ്ങുന്ന ആൾക്കാരില്ല, അവർ വന്ന് വാങ്ങി എല്ലാം പറിച്ചുകൊണ്ട് പോയി. നമുക്കും തന്നു കേട്ടോ. പുക എൻവയറമെൻറ്റ് പൊല്യൂഷൻ അതിവിടുത്തെ മഹാജിപ്സിൻ്റെ യൂണിറ്റാണ്. അവിടെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പുകയെല്ലാം ഇങ്ങനെ പോകുന്നത്, അതെല്ലാവർക്കും ദോഷമാണ്. താഴെയൊക്കെ നോക്കിയേ, ഇഷ്ടംപോലെ വണ്ടി, ഓട്ടോ, ബൈക്ക് എല്ലാം ഇങ്ങനെ പറയും. ഇവിടെയാണ് ഇച്ചിരിയെങ്കിലും കുറവ്. അപ്പം നമ്മുടെ വാഹനങ്ങളും അല്ലാത്ത പുറത്തുനിന്നുള്ള വാഹനങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ വേനലായതിനു ശേഷം ഞാൻ അങ്ങനെ അധികമായിട്ട് മേളിൽ വന്നിരിക്കുന്ന പരിപാടിയില്ല. സമ്മർ പിന്നെ സമയവും ഇല്ല. ഒരുപാട് യാത്രകളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയല്ലേ. ഇത് നോക്കിയേ, നമ്മുടെ കറ്റാർ വാഴയല്ലേ ഇപ്പോൾ. കറ്റാർ വാഴ ആയതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. കാര്യം അതിന് വെള്ളം അധികം വേണമെന്നില്ല. പിന്നെ വേനൽ മഴയൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് സമാധാനിക്കുന്നു. അങ്ങനെയല്ല, അത് കുറച്ച് വാട്ടർ കണ്ടൻ്റ് ഉള്ള പ്ലാന്റ് ആയതുകൊണ്ട് അതിന് അധികം വെള്ളം വേണ്ട. വെള്ളം കൂടിയാൽ അഴുകിപ്പോവും. ഹലോ, നിങ്ങൾ രണ്ടുപേരും എവിടെ പോകുന്നു? ശാസ്താകോലോ? ഓക്കെ ഭക്തിമാർഗ്ഗമാണ്. ഇപ്പോൾ രണ്ടൊരു ഭക്തിമാർഗ്ഗമാണ്. രാവിലെയും വൈകുന്നേരവും ഒക്കെ അമ്പലത്തിലാണ്. ഓക്കെ, നമ്മളിവിടെ വിഷു പായസം ഉണ്ടാക്കാമെന്നാ. ഔട്ട്ഡോർ അല്ല, ഇൻഡോർ തന്നെയാണ്. വെളിയിലോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. നല്ല ഐഡിയ ആണ്. ഔട്ട്ഡോർ വേണമെങ്കിലും ഇരിക്കാമല്ലോ. ശരിയാണ്, ഇപ്പോഴാണ് ആലോചിച്ചത്. ഓക്കെ, എന്നാൽ പുറത്തിരിക്കാം. ഔട്ട്ഡോറും ആകാം അല്ലേ. ലൈറ്റ് പോകുന്നതിന് മുന്നേ ആണെങ്കിൽ ശരി, ഇവിടെ ഇരുന്ന് നമുക്ക് പാചകം ചെയ്യാം. ഓക്കെ, പായസം. പനിക്കൂർക്കയുടെ പൂവ് അത് എത്ര പേര് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ പൂത്ത് കഴിഞ്ഞു. പനിക്കൂർക്ക അറിയാലോ നമ്മുടെ. ഇതാണ് പനിക്കൂർക്ക. ഇതാണ് നമ്മൾ ഉച്ചയിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എണ്ണ കാച്ചാനൊക്കെ നല്ലത്. നവരയിലാന്നും പറയും. അതിൻ്റെ പൂ ഒരു ലൈറ്റ് പേർപ്പിൾ കളറാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ പൂവാണ്. നൈസ്. അങ്ങനെ നമ്മുടെ വിഷു പായസം തയ്യാറാക്കാൻ പോകും. പെട്ടെന്ന് വന്ന ഐഡിയയാണ്. ഇവിടെ വിഷു താഴെന്ന് ചോദിച്ചു, അമ്മ ഔട്ട്ഡോർ ആണോ കുക്കിങ്? അപ്പോഴും ഞാൻ ആലോചിച്ചു, അയ്യോ ദൈവമേ, നമ്മളിവിടെ മിക്സ്ചർ ഉണ്ടാക്കിയില്ലേ, അതുപോലെ നമുക്ക് വിഷു പായസം ഉണ്ടാക്കാമല്ലോ. ലൈറ്റ് മങ്ങും എങ്കിലും നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി പായസമാണ്. അടുപ്പ് കത്തിക്കട്ടെ. ഉണ്ടാക്കാൻ വന്ന പായസം എന്താണെന്നല്ലേ, ഇതാണ് നൊങ്ക് കരിക്ക് പായസം. വിഷുവിന് നമുക്ക് നൊങ്ക് കരിക്ക് പായസമാകാം. ഇപ്പോൾ സമ്മറല്ലേ, അപ്പോൾ ഇഷ്ടംപോലെ നൊങ്കെല്ലാം കിട്ടുന്ന സീസണാണ്. കരിക്ക് കിട്ടുന്ന സീസൺ. എല്ലാവർക്കും കരിക്ക് നൊങ്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളതൊരു പായസമാക്കുന്നു. അപ്പോൾ നൊങ്ക് കരിക്ക് പാൽപ്പായസം. ഇതൊരു പാൽപ്പായസമാണ്. നൊങ്ക് കരിക്ക് പാൽപ്പായസം അല്ലെങ്കിൽ കരിക്ക് നൊങ്ക് പാൽപ്പായസം, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഇതിന് മുന്നേ ഞാൻ മാജിക് ഹൗസിൽ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ഓക്കെ, ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് നെയ്യാണ് ആദ്യം വേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. 2 ടേബിൾ സ്പൂണോളം നെയ്യ്. എല്ലാ സാധനങ്ങളും ഞാൻ എൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് സൗകര്യാർത്ഥം. ഇതിലേക്ക് കരിക്ക് ആദ്യം, അതുപോലെ നൊങ്ക്, നൊങ്കും കരിക്കും കൂടി നെയ്യിലിട്ടൊന്ന് വറുത്തുന്നു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇതല്പം ഒന്ന് വറണ്ട് വരട്ടെ. ഇതൊന്ന് വേകാനായിട്ട് നമ്മളിച്ചിരി കരിക്കിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ നെയ്യിൽ വറുത്തിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം. ഇനി എന്താ ചെയ്യണമെന്നറിയോ, ഇതിലേക്ക് 2 കപ്പ് കരിക്കിൻ്റെ വെള്ളം. ഇത് ഞാൻ അളന്ന് വെച്ചാണ് 2 കപ്സ്.
ഇനി എല്ലാം കൂടി കിടന്നിട്ട് തിളച്ച് ഒന്ന് വേകട്ടെ. അത്ര സമയം കൂടി മതി. വെന്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി. ഈ അടുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലെയിമാണ് കേട്ടോ. പെട്ടെന്ന് അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാലേ ആ കറക്റ്റ് ഫ്ലെയിമിൽ കിട്ടും. ഇപ്പം ഞാൻ ഇച്ചിരി തീ കൂട്ടി വെച്ചിരിക്കുകയാണ്. നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഔട്ട്ഡോർ കുക്കിംഗ് ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി നമ്മൾ ഇതുപോലെ പ്രകാശം സൂര്യനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. സൂര്യഭഗവാൻ കഴിഞ്ഞാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. സൺസെറ്റിന് സമയമായി വരുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേഗില്ലല്ലോ. അതുകൊണ്ട് പഞ്ചസാര ചേർക്കുന്നതിന് മുന്നേ ഇത് വേഗണം. അതിനാണ് നമ്മൾ കരിക്കിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിൽ കിടന്നിട്ട് തിളച്ച് വേഗം. അപ്പം നൊങ്ക് കരിക്ക് 2 ഈക്വൽ ക്വാണ്ടിറ്റി. 2 കപ്പ് കരിക്കിൻ്റെ കാമ്പും 2 കപ്പ് നൊങ്കിൻ്റെ അകത്തെ ഭാഗവും. അതാണ്. ദൈവമേ, മഴ പെയ്യോ? ചെറിയൊരു മഴക്കോള് പോലെ വരണോ? അയ്യോ, ഇത് അടയെല്ലാം കിടക്കുന്ന പോലെയാണ് കരിക്കിൻ്റെ പീസും നൊങ്കും ഒക്കെ കിടക്കുന്നത്. പുറത്തെ ശബ്ദങ്ങളെല്ലാം നമ്മളിങ്ങനെ ഇതുവഴി വാഹനങ്ങൾ പോകുമ്പോൾ എല്ലാം നമുക്കറിയാൻ പറ്റും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈറ്റ് പോയത്. ഇപ്പോൾ ശരിക്കും പക്ഷികളൊക്കെ ചേക്കേറുന്ന സമയമായി. എല്ലാവരും ഇങ്ങനെ കറങ്ങി നടക്കുക. തിരിച്ച് കൂട്ടിൽ കയറുന്ന സമയത്ത് കാക്ക വന്നു. എൻ്റെ ദൈവം, ഇവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടാണോ വരുന്നത്? കാക്കയെ അവിടെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുക. കൂട്ട് കാക്കയ്ക്ക് ആവശ്യമുള്ള കാര്യമൊക്കെ ഉണ്ട് ഇവിടെ. കണ്ണ് തപ്പിയാൽ വരും. പക്ഷെ നമ്മളിവിടെ വിഷു പായസം ഉണ്ടാക്കണത്. ഇത് നേരത്തെ നമുക്കിവിടെ ഒരു കൊന്നമരം ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ആ കൊന്നമരം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നല്ല കൊന്നപ്പൂവൊക്കെ വിരിഞ്ഞ് കിടക്കുന്ന കാണായിരുന്നു. ഭാഗ്യമില്ല, അതെല്ലാം പോയി. അതെല്ലാം മുറിക്കേണ്ടി വന്നില്ലേ. കൊന്നയും ജാമുൻ ട്രീയും എല്ലാം പോയി. റോസിയും, അന്ന് റോസി ഈ ടെറസിൽ വന്ന് ഞാൻ എന്ത് ചെയ്താലും റോസിയാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. വിഷുക്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ, എൻ്റെ ഓർമ്മയിലൊക്കെ ചെറുപ്പത്തിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഉള്ള മെമ്മറീസ് തന്നെയാണ്. അതാണ് എൻ്റെ ഏറ്റവും നല്ല വിഷു ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ. അന്നൊക്കെ നമ്മുടെ കയ്യിൽ പോക്കറ്റ് മണിയൊക്കെ കിട്ടുന്നത് വിഷുവിന് കൈനീട്ടം കിട്ടുമ്പോൾ മാത്രമാണ്. അല്ലാണ്ട് നമ്മുടെ കയ്യിലൊന്നും പൈസ ഇല്ലല്ലോ. കുട്ടികൾക്കൊക്കെ അതുകൊണ്ട് വിഷുവിനോടൊരു പ്രത്യേക സ്നേഹമാണ്. വേറെ ഒരു ഫെസ്റ്റിവലിനും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് വിഷു കൈനീട്ടം. അപ്പോൾ കണി കണ്ടിട്ട് അച്ഛനമ്മമാരോ കാരണവന്മാരൊക്കെ തരില്ല. അപ്പോൾ ഇവിടെ എനിക്ക് അച്ഛനും അമ്മയും ഒക്കെ തരുമായിരുന്നു. കാലിത്തൊട്ട് തൊഴുതിട്ട് നമ്മൾ പൈസ മേടിക്കും, ദക്ഷിണ പോലെ. ഇങ്ങനെ വിഷു കൈനീട്ടം ചെറിയ പൈസയാണെങ്കിലും അത് നമ്മുടെ പോക്കറ്റ് മണിയാണ്. പിന്നെ നമ്മൾ ബന്ധു വീട് സന്ദർശനം, എന്നിട്ട് കസിൻസിൻ്റെയൊക്കെ അച്ഛൻ്റെ ബ്രദേഴ്സിൻ്റെയും അവിടെയൊക്കെ പോവും. എല്ലായിടത്തുനിന്നും പൈസ കിട്ടും. പിന്നെ വിഷുവിനൊരു എന്താ പറയുക, വിഷുവിന് ഒരു പുതിയ ഡ്രസ്സ് കിട്ടും. അപ്പോൾ ഇതൊക്കെയായിരുന്നു സന്തോഷം. പിന്നെ വിഷു കണി വയ്ക്കുന്നത്, അമ്മ രാവിലെ ഉറക്കത്തിൽ നിന്ന് കണ്ണും പൊത്തി പിടിച്ചിട്ട് കണി കാണാൻ കൊണ്ടുപോകുന്നത്, അതൊക്കെ ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് ഓർമ്മകളാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ നമ്മുടെ എല്ലാം. അപ്പോൾ ഇപ്പം നമ്മളത് റീക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ കാലത്തുണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീലും അത്രയും ഒരു പ്രാധാന്യം ഇപ്പോഴൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സമൃദ്ധിയുടെ സമയമല്ലേ വിഷു എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാ കാര്യങ്ങളും കണി കാണുന്നുണ്ട്. സ്വർണം, വെള്ളി, നമ്മുടെ മുഖം തന്നെ നമ്മൾ കണ്ണാടിയിൽ കാണുന്നു. പിന്നെ പട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓ ദൈവമേ, ഞാൻ മഴ പെയ്യുമോ ഒന്ന് മങ്ങുന്നുണ്ട് മേഘങ്ങളൊക്കെ. മഴ പെയ്താൽ പണിയായി. ഇതിപ്പോൾ നമ്മുടെ നൊങ്കും കരിക്കും വേകുന്നൊരു താമസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര ഇടുന്നു, അതിന് തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. ഫാസ്റ്റായിട്ട് ബാക്കി കാര്യം. ഇനി ഒരു പക്ഷേ മഴ പെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി കുക്കിംഗ് നിങ്ങൾ അകത്ത കിച്ചണിൽ കാണേണ്ടി വരും കേട്ടോ. നമ്മുടെ ടെറസ് കിച്ചണിൽ ഒന്നും വിചാരിക്കരുതേ. ആ ക്ലൈമറ്റ് കാണുന്നുണ്ടല്ലോ, എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ മാത്രം. കരിക്കും നൊങ്കുമൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പഞ്ചസാര നമ്മളുടെ പിന്നെ മധുരത്തിനനുസരിച്ചിട്ടാണ്. കാര്യം കണ്ടൻസ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് 1 ടിൻ. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് പഞ്ചസാര വരെ ആകാം. ഇതൊരു 3/4 കപ്പുണ്ട്, ചേർക്കുന്നു. പഞ്ചസാരയും ചേർക്കും. ഇത് നമ്മൾ പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത്. കരിക്ക് നൊങ്ക് പാൽപ്പായസം. ഈ പഞ്ചസാരയുടെ കൂടെ കിടന്നിട്ടൊന്ന് തിളക്കട്ടെ. ആ പഞ്ചസാരയുടെ ഒരു പച്ച ഒരു ചുവയൊക്കെ പോകണം, അത് അലിയണം. അത് മാത്രമേ ഉള്ളൂ. എന്ത് ഈസിയാന്ന് നോക്കിയേ ഈ ഒരു പായസം ഉണ്ടാക്കാൻ. അടപ്രഥമൻ പോലെയുണ്ട്. ഇതിപ്പോൾ നെയ്യിൽ വരട്ടിയിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് നല്ല നെയ്യുടെ സ്വാദിപ്പം തന്നെ ഉണ്ടാകും. ഇപ്പോൾ പഞ്ചസാരയും ആയിട്ട് ചേർന്ന് നന്നായിട്ടിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്ന് വരണ്ട് തുടങ്ങുന്നുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ നന്നായിട്ട് അത്യാവശ്യം ഒന്ന് വരണ്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് പിടിച്ചിട്ട് ആ കഷ്ണങ്ങളിലൊക്കെ പഞ്ചസാര നന്നായിട്ടൊന്ന് പിടിക്കണം.
തേങ്ങാപ്പാൽ റെഡിയാണ്. 4 കപ്പ് രണ്ടാം പാലിൻ്റെ അയവിലുള്ള തേങ്ങാപ്പാൽ. ഒന്നാം പാലിൻ്റെ കട്ടി വേണ്ട, രണ്ടാം പാലിൻ്റെ അയവിൽ തേങ്ങാപ്പാൽ. തീ ഒരൽപ്പം കുറച്ചു. ഇനി ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ മതി തേങ്ങാപ്പാൽ. ഒന്ന് തിളച്ചോട്ടെ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ പായസം ഉണ്ടാക്കുമ്പോൾ ഒരു രസമുണ്ടല്ലേ, നല്ല. ഇപ്പോൾ വെയിൽ ഓൾമോസ്റ്റ് എല്ലാം പോയി കേട്ടോ, നല്ല ഒരു ബ്രീസൊക്കെ ഉണ്ട്. ഈവനിങ് സന്ധ്യ ആകുന്നതിൻ്റെ ഒരു കുക്ക് ചെയ്യുന്നു എന്ന് തോന്നില്ല സത്യം പറഞ്ഞാൽ. ഇവിടെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ ഞാനൊരു ഒട്ടും തന്നെ ഒരു സ്ട്രെയിൻ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേ പാലിൻ്റെ കൂടെ കിടന്ന് തിളച്ചുകൊണ്ടേയിരിക്കണം. തീ അല്പം ഒന്ന് കുറയ്ക്കട്ടെ. ഇനി ഒരു പരിപാടിയില്ല, ഇനി നേരെ കണ്ടൻസ് മിൽക്ക് ഒഴിക്കാൻ പോകുന്നു. മിൽക്ക് മെയ്ഡ് 1 ടിൻ, 1 ടിൻ കണ്ടൻസ് മിൽക്കും ചേർത്തു. തീ കുറച്ചിട്ടിരിക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. നൊങ്ക് കരിക്ക് പാൽപ്പായസം ഈസ് ഗെറ്റിംഗ് റെഡി. ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. ഏലക്കാപ്പൊടി വരുമ്പോഴാണ് ഒരു പായസത്തിൻ്റെ മണം. ഒരു 3/4 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൗരി വേവിച്ചതും കൂടി ചേർക്കാം. പക്ഷെ ഞാൻ ചേർക്കാറില്ല, എനിക്ക് പൊതുവേ ചൗരി പായസത്തിൽ ചേർക്കുന്നത് ഇഷ്ടമല്ല. ഇത് ഒന്നുകൂടി ഒന്ന് തിളച്ചൊന്ന് കൊഴുത്ത് വരട്ടെ, അത്ര ആവശ്യമുള്ളൂ. ഇനി ഇച്ചിരി കൂടെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് കൊഴുത്താൽ മാത്രം മതി. അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നെയ്യിൽ അണ്ടിപ്പരിപ്പും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തിടാം, അത്രേ ഉള്ളൂ. ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യിലല്ലേ നമ്മളിത് വഴറ്റുക, അതുകൊണ്ട് ഇനി അവസാനം 2 ടേബിൾ സ്പൂൺ നെയ്യ് മതിയാകും. തള വരുന്നു, നല്ല കൊഴുത്ത് വരും. തേങ്ങാപ്പാൽ എത്ര വേണമെന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി. 2 മുതൽ 4 കപ്പ് വരെ ആകാം, 2 to 4 കപ്സ്. ഇനി തേങ്ങാപ്പാലല്ല പശുവിൻ പാലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പാൽപ്പായസമല്ലേ, എങ്ങനെ വേണമെങ്കിലും ആകാം. സാധാരണ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ പാലിലാണ് ചെയ്യുന്നത്, ഇത് നമ്മൾ തേങ്ങാപ്പാൽ, അത്രേ ഉള്ളൂ. അങ്ങനെ കരിക്ക് നൊങ്ക് പാൽപ്പായസം ഈസ് റെഡി. ഇത് ഞാൻ എടുത്ത് താഴെ വെച്ചിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്തിടാം. ബാക്കി എല്ലാ കാര്യങ്ങളും കഴിയും. അടുപ്പിൽ നിന്ന് മാറ്റട്ടെ, നല്ല ചൂടാണ്. നല്ലൊരു മഴയും വരുന്നുണ്ട്. സൺസെറ്റായി കേട്ടോ. അത് അവിടെയാണ്, ഇത് പടിഞ്ഞാറാണ്. അവിടെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം അതിൻ്റെ ഒരു പ്രഭ ഉണ്ടാവുമല്ലോ, ആ ഒരു വെളിച്ചത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ടു ലൈറ്റ് എന്ന് തന്നെ പറയാം. നെയ്യ് ഒഴിക്കട്ടെ, 2 ടേബിൾ സ്പൂൺ നെയ്യ്. ആദ്യം അണ്ടിപ്പരിപ്പ്, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും വറുത്തിടാം. ഞാൻ കുറച്ച് ലാവിഷാണ് ഈ കാര്യത്തിൽ. പായസത്തിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ അല്ലേ, ഒരു പാൽപ്പായസം പോലെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇരിക്കുന്നതോറും കുറച്ചുകൂടി ഒന്ന് കുറുകി റെഡിയാകും. ആഹാ, കാണുമ്പോൾ തന്നെ അറിയില്ല എന്താ ടേസ്റ്റ്. നമ്മുടെ പാൽപ്പായസം പോലെ ആ ഒരു കളറും എല്ലാം വന്നിട്ടുണ്ട്. കിസ്മിസും കൂടി ചേർക്കാം. നമ്മുടെ ഫ്ലെയിം ഇച്ചിരി ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഈ വിധത്തിലായി. ഓക്കേ, ഈ മുന്തിരിങ്ങയെല്ലാം ബൾബ് പോലെ വന്നു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം അത് മുരിയുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ആവശ്യത്തിനായി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഈ നെയ്യോട് കൂടി തന്നെ പായസത്തിൻ്റെ മുകളിലായിട്ട് ഇടാം. ഇനി കുറച്ച് പായസം ടേസ്റ്റ് ചെയ്യട്ടെ. അതെ, ഇപ്പം നോക്കിയ അന്തരീക്ഷം ലൈറ്റെല്ലാം പോയി കേട്ടോ, ഞാൻ ഇരട്ടത്താണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു ഭയങ്കര ഭാഗ്യമാണ്, ദാറ്റ് ഈസ് പത്മനാഭസ്വാമി, അത് മഹാവിഷ്ണുവും എൻ്റെ തൊട്ട് പിന്നിലായിട്ട് കാണുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് എനിക്ക് പായസം ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ വിഷുവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വിഷു പായസം, നമ്മുടെ നൊങ്ക് കരിക്ക് പാൽപ്പായസം ഇപ്രാവശ്യം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇഷ്ടമാവും, ഭയങ്കര നല്ലതാണ്. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യട്ടെ. ഇളക്കിയെടുക്കാം. ഇപ്പോൾ എടുക്കാൻ നല്ല ചൂടാണ്. ഇറ്റ്സ് വെരി വെരി ഹോട്ട്. എന്ത് നല്ല പാൽപ്പായസമാണെന്ന് നോക്കി. അപ്പോൾ ഇത് തേങ്ങാപ്പാലിന് വരെ പശുവും പാലിനും ചെയ്യാം, ഈക്വലി ഗുഡ്. കുടിക്കാൻ പോകും. ഊതി
ആ മധുരപ്രിയ, എനിക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഈ സൂര്യാസ്തമയം ഏതാണ്ട് അതാകുന്ന സമയം, അത് കഴിഞ്ഞിട്ടുള്ളൊരു സമയം, അതൊക്കെ ഒരു ഗോൾഡൻ അവേഴ്സാണ്. അപ്പോൾ ആ ഒരു സമയത്തേക്കിട്ട് ഇരുന്ന് ഓപ്പൺ എയറിലിരുന്ന് കഴിക്കാമെന്ന് പറയുമ്പോൾ ദൈവങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു എന്താ പറയുക, ഒരു പൂജ കഴിഞ്ഞിട്ട് നമ്മൾ നൈവേദ്യം ചെയ്തിട്ട് പ്രസാദം കഴിക്കുന്ന പോലെയാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. ഭഗവാനെല്ലാം കൊടുത്തു കഴിഞ്ഞു. വെരി നൈസ്. അപ്പം മധുരം ഒരു 1/2 മുതൽ 1/4 കപ്പ്. നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണമെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര, ഒരു മോഡറേറ്റ് അത്യാവശ്യം നല്ല മധുരമാണെങ്കിൽ 1/4 കപ്പ്. 1 കപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും പഞ്ചസാരയുടെ അളവാണ്. ഓക്കെ, ഇനി ഞാനിത് കുടിച്ച് തീർക്കട്ടെ. എന്നിട്ട് രാത്രി അകത്തേക്ക് പോകണ്ടേ, ഇനി ഇതെല്ലാം എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ ഈ ഒരു നമ്മുടെ വിഷു സ്പെഷ്യൽ വീഡിയോ. ഓക്കെ, ഇന്നത്തെ വ്ളോഗ് അങ്ങനെ തന്നെ വിചാരിക്കുക. ഇത് വിഷുവിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വ്ളോഗാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഈ ഒരു പായസം അപ്പോൾ നിങ്ങൾക്ക് തയ്യാറെടുക്കാം. നുങ്കും കരിക്കും മാത്രം ശരിയാക്കി വയ്ക്കുക. പഞ്ചസാര മിൽക്ക് മെയ്ഡൊക്കെ ഈസി അല്ലേ, തേങ്ങാപ്പാലും എളുപ്പമാണ് തയ്യാറാക്കണം കേട്ടോ, മറക്കണ്ട. കമൻറ്റ് ബോക്സിലേക്ക് വരിക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് and keep on watching Lekshmi Nair vlogs. Love you all.